കേന്ദ്രം കേരളത്തോട് കാട്ടുന്ന സാമ്പത്തിക നയത്തിൽ പ്രതിപക്ഷത്തെ ചർച്ചയ്ക്ക് വിളിച്ച സർക്കാർ. ജനുവരി 15 രാവിലെ 10 മണിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായാണ് ചർച്ച. സർക്കാർ സമീപനം സംബന്ധിച്ച് പ്രതിപക്ഷവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തും. കേരളത്തിന്റെ പൊതുവായ ആവശ്യത്തിന് പ്രതിപക്ഷം ഒപ്പം നിൽക്കുന്നില്ലെന്ന വിമർശനം ഉയർത്തുമ്പോഴാണ് ചർച്ചയ്ക്ക് വിളിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നത്. കേന്ദ്രം കേരളത്തോട് കാട്ടുന്ന സാമ്പത്തിക അവഗണനയ്ക്കെതിരെ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുമ്പോൾ സർക്കാർ ഒരു ചുവടുകൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. പ്രതിപക്ഷത്തെ ഒപ്പമിരുത്തി കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന നിലപാട് സ്വീകരിക്കുന്നു. കേരളത്തിന്റെ പൊതുവായ ആവശ്യത്തിനായി കേന്ദ്രത്തെ സമീപിക്കുന്നതിൽ പ്രതിപക്ഷം സഹകരിക്കുന്നില്ല എന്ന വിമർശനമാണ് ഇത്രയും നാൾ സർക്കാർ ഉയർത്തിയത്. അപ്പോഴൊക്കെയും കേന്ദ്രത്തെ പൂർണ്ണമായും പഴിചാരാതെ സംസ്ഥാനത്തിന്റെ പിടിപ്പുകേടാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന വാദമുയർത്തിയാണ് പ്രതിപക്ഷം നേരിട്ടത്. പ്രതിപക്ഷം കാട്ടുന്നത് പൊതുജനങ്ങളോടുള്ള അവഹേളനമാണ് എന്ന ആയുധം സർക്കാരും LDFും പുറത്തെടുത്തപ്പോൾ അത് നേരിടാനായി UDF MP മാർ പാർലമെന്റിൽ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോഴും കേരളത്തിൽ സർക്കാരിന്റെ ധനകാര്യ നയത്തിലെ വീഴ്ചകൾ ഉയർത്തിക്കാട്ടുന്ന നിലപാട് പ്രതിപക്ഷം തുടർന്നു. അതിനിടെയാണ് പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും ഒരുമിച്ചിരുത്തി മുഖ്യമന്ത്രി ചർച്ച നടത്താൻ തയ്യാറാകുന്നത്. ക്ഷണം പ്രതിപക്ഷം സ്വീകരിച്ചാലും നിരസിച്ചാലും സർക്കാരിന് നേട്ടമാണ്. ചർച്ചയ്ക്ക് വന്നാൽ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രതിപക്ഷത്തെ ഒപ്പമിരുത്തി കൂട്ടായ തീരുമാനമെടുക്കുന്നതിൽ ഭരണകൂടം വിജയിച്ചു എന്ന് വിലയിരുത്തപ്പെടും. മറിച്ചാണെങ്കിൽ കേരളത്തിന്റെ പൊതുവായ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറാകാത്തവർ എന്ന ആയുധമുയർത്തി തെരഞ്ഞെടുപ്പ് വേളയിൽ UDFനെ നേരിടുകയും ചെയ്യാം. അതേസമയം പ്രതിപക്ഷമാകട്ടെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ പങ്കെടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നിയമസഭയിൽ സർക്കാരിനെതിരെ ഉയർത്തുന്ന പ്രധാന ആയുധങ്ങളിൽ ഒന്ന് ധനപ്രതിസന്ധിയാണ്. സർക്കാരിന്റെ സമ്മർദ്ദ തന്ത്രത്തിൽ വീഴാതെ കേന്ദ്രത്തെയും സർക്കാരിന്റെ പിടിപ്പുകേടിനെയും ഒരുപോലെ വിമർശിക്കുന്ന പൊതുനിലപാട് സ്വീകരിച്ചാകും പ്രതിപക്ഷം മുന്നോട്ടു പോകുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം.